അപ്പം നമുക്കിന്ന് ഉച്ചയൂണ് കഴിക്കാം. ഇന്ന് ഞാൻ നെല്ലുകുത്തരിയുടെ അരിയാണ് ചോറ് വെച്ചേ. നിങ്ങൾ വിചാരിക്കും ഞാൻ റിച്ചായെന്ന്. അല്ല, ഓണത്തിന് ഞാൻ 2 കിലോ അരി വാങ്ങിയതാണ്, ചുമലയരി. അപ്പോൾ അതിച്ചിരി ഇരുന്നു, അന്ന് 2 ദിവസം വെച്ചതിൻ്റെ ബാക്കിയായത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ആ ഇരുന്നത് പൂത്ത് പോവണ്ടെന്ന് വെച്ചിട്ട് ഇന്ന് ഞാനത് വെച്ചു. പിന്നെ പനീർ തേങ്ങാപ്പാലൊഴിച്ച് കറി വെച്ചത്, പിന്നെ ക്യാബേജ് തോരൻ. വീഡിയോ എടുക്കുന്നതും വിളമ്പുന്നതും കൂടെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒരു കൈ ഫോൺ പിടിച്ച് ഒരു കയ്യിൽ കൊണ്ടാണ് ഈ വിളമ്പുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരെ, ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് എന്ത് കഴിച്ചാലും അന്നേരം ചൂടാക്കി കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം. എല്ലാവരും തണുപ്പാകുന്ന നോക്കി നാട്ടിൽ പോവും, നമുക്കതിനും പറ്റത്തില്ലല്ലോ. ഇനി സാമ്പാർ. ഇന്ന് സാമ്പാറുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ? എളുപ്പം വെക്കാൻ പറ്റുന്ന കറി അതാണ്. അപ്പം സാമ്പാർ, പനീർ കറി, ക്യാബേജ് തോരൻ, മുളക് ചമ്മന്തി. ഇവിടെ തേങ്ങ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഈ മുളക് ഉള്ളിയും കൂടെ എണ്ണയിൽ നന്നായിട്ട് വറുത്ത് മൂപ്പിച്ച് എടുക്കുമ്പോൾ എരിയില്ല, നല്ല ടേസ്റ്റാണ്, ചോറുണ്ണാൻ പറ്റും. അപ്പം കഴിക്കട്ടെ.